ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവും മുൻ MLA-യുമായ ശ്രീ ജോണി നെല്ലൂർ അവർകളാണ്. നമസ്കാരം. എന്താണ് നിലവിലുള്ള രാഷ്ട്രീയ നിലപാട്? നാളിതുവരെയുള്ള പ്രവർത്തനം വെച്ചിട്ട് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് പാർട്ടി, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം വളരെ പരിചയസമ്പന്നല്ലാത്ത ഒരാൾ MLA ആവുന്നു. അതൊരു രാഷ്ട്രീയമായി വലിയൊരു അബദ്ധജടിലമായ തീരുമാനമായിരുന്നു. TM ജേക്കബിൻ്റെ കാലത്തിന് ശേഷം താങ്കളെ പരിഗണിക്കുന്നേയില്ല പാർട്ടി. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ജേക്കബ് പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് ജോണി ആ സ്ഥാനാർത്ഥിന്ന് ആരാ പറഞ്ഞത്? അല്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പാർട്ടിയിൽ ഒന്നാമനായിരുന്ന എന്നെ അദ്ദേഹം എട്ടാമനാക്കി പരിഗണിച്ചു. ഏറ്റവും കൂടുതൽ ഇത്രയും 14 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് അപമാനിതനായി പല വേദികളിലും ഇരിക്കേണ്ടി വന്നു. അതൊക്കെ സഹിച്ചു പോയി. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവും മുൻ MLA-യുമായ ശ്രീ ജോണി നെല്ലൂർ അവർകളാണ്. നമസ്കാരം. നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞ ഒരു 60 ദിവസം കിട്ടിയേക്കാം. സാർ കുറച്ചു കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. എന്താണ് നിലവിലുള്ള രാഷ്ട്രീയ നിലപാട്? ഞാൻ വളരെ ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ചുരുക്കി പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാ രംഗങ്ങളിലും യുവജന പ്രസ്ഥാനത്തിൽ, അത് കഴിഞ്ഞ് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചു വന്ന് ഏതാണ്ട് 54 വർഷത്തോളം സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ 6 മാസമായി അക്ഷരാർത്ഥത്തിൽ ഞാൻ ഏകനായി എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചു ചില ഘടകങ്ങൾ. അന്ന് തൊട്ട് ഞാൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് എന്നാൽ എൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ, മതപരമായ ചില പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഞാൻ പ്രസിഡൻ്റായുള്ള സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി സംഘടന KRRDA, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെയായി അങ്ങ് പോയി. പക്ഷേ ആ പ്രവർത്തനങ്ങളൊക്കെയായി തിരക്കുണ്ടായിട്ട് പോലും എന്നിൽ രാഷ്ട്രീയക്കാരന് ഒരു നിരാശാബോധവും എന്തോ ഒരു വലിയ ബുദ്ധിമുട്ടും ഉണ്ടായി. ഞാനത് തിരിച്ചറിഞ്ഞു. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്ന് മനസ്സിലായപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണം എന്ന വലിയ ആഗ്രഹം എനിക്കുണ്ടായി. മാത്രമല്ല, പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ, അവർ ശത്രുപക്ഷത്താണെങ്കിലും, ശത്രുപക്ഷം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ എതിർപക്ഷത്താണെങ്കിലും, അവരൊക്കെ എന്നോട് ഉപദേശിച്ചു, ഏത് പാർട്ടിയാണെങ്കിലും വേണ്ടില്ല, ഒരു പാർട്ടിയിൽ ഉണ്ടാകണം, സജീവമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില ഉദാഹരണങ്ങളും എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു. വളരെ ആത്മസുഹൃത്തുക്കൾ ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടി ചിന്തിച്ചപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, അപ്പോൾ എന്ത് വേണം. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനം വെച്ചിട്ട് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് പാർട്ടി, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ദയനീയമാണ്. ദയനീയമെന്നല്ല, ധാരാളം ആളുകളുണ്ട് കോൺഗ്രസ്സിൽ, പക്ഷേ നേതൃത്വമില്ല. നേതാക്കന്മാർ ഉള്ളവർ തമ്മിൽ യാതൊരു ആശയപ്പൊരുത്തവുമില്ലാതെ പരസ്പരം സംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും ഇങ്ങനെ അങ്ങ് പോയി ജനങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും ചെല്ലുന്തോറും നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. 1977 തെരഞ്ഞെടുപ്പ് വന്നു, ആദ്യ തെരഞ്ഞെടുപ്പ്. അന്ന് ആദ്യം സീറ്റിന് വേണ്ടി പരിഗണിക്കപ്പെട്ടെങ്കിലും KSയുടെ പ്രസിഡൻ്റായ PC ജോസഫ് കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആ നിയമസഭ പിരിച്ചു. 1980 അപ്പോൾ അതിനിടയിലുണ്ടായ രാഷ്ട്രീയ മാറ്റം എന്ന് പറഞ്ഞാൽ മാണി സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് M പാർട്ടിയും AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയായി. 80 തെരഞ്ഞെടുപ്പ് വന്നു. മാണി സാർ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, എന്നെ മൂവാറ്റുപുഴയിലെ സ്ഥാനാർത്ഥിയാക്കി. ഞാനിവിടെ മത്സരിച്ചു. എനിക്കെതിരെ ജനാധിപത്യ മുന്നണിയിലെ ജോസഫ് ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച VV ജോസഫ്. അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം തിരിച്ചുപോയി. നല്ല അനുകൂല സാഹചര്യം, ജയിക്കാനുള്ള മുഴുവൻ അന്തരീക്ഷവും സാഹചര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. കോൺഗ്രസ്, ആൻ്റണിയുടെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ സജീവമായി പ്രവർത്തിച്ചു. പക്ഷേ ഒരു കുശാഗ്ര ബുദ്ധിയുടെ വളരെ ആഴത്തിലുള്ള ഒരു കുതന്ത്രം മെനഞ്ഞ്
ഞങ്ങളെ പരാജയപ്പെടുത്തി. 87 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാഞ്ഞിരപ്പള്ളി സീറ്റുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഏതായാലും അന്ന് അവിടെ വീണ്ടും ഒരു പിന്നിലേക്കുണ്ടായി. വളരെ അപ്രതീക്ഷിതമായി അതുവരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ശക്തമായ നേതൃത്വം കൊടുത്തിരുന്ന TM ജേക്കബ് മാണിസാറിനോടൊപ്പം നിന്നിരുന്ന PC ജോസഫ് അടക്കമുള്ള ആളുകൾ അപ്പുറത്ത് പോയി. അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായി. അപ്പോൾ 87 സീറ്റ് മൂവാറ്റുപുഴ സീറ്റ് ജോസഫിന് തന്നെയാണ്. എന്നെ അന്ന് പരാജയപ്പെടുത്ത VV ജോസഫ് തന്നെ സ്ഥാനാർത്ഥി. CPIയുടെ ഒരു സ്വതന്ത്രം ഡോക്ടർ AV ഐസക്ക് ഇവിടെ മറ്റു സ്ഥാനാർത്ഥി. എന്തിന് ആ തെരഞ്ഞെടുപ്പിൽ VV ജോസഫ് തോൽപ്പിച്ചു. അതാ സത്യം. അതിനെ ചുക്കാൻ പിടിച്ചത് ഞങ്ങളുടെ നേതാവ് തന്നെയാണ്. 91 ഇലക്ഷൻ വന്നു. വേറെ വലിയ ആലോചനയും വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ നിയമസഭാ സീറ്റ് എനിക്ക് കിട്ടി. ജേക്കബ് പിറവം സീറ്റിൽ കോതമംഗലത്ത് നിന്ന് മാറി പിറവായി ഞങ്ങൾ ജയിച്ച് 91 ഞങ്ങൾ 10 സ്ഥാനാർത്ഥികളെ വിജയിക്കുമെന്നോ. അതിനകത്ത് ഏറ്റുമാനൂർ ഇടിവെട്ടേറ്റ് ചാഴികാട് മരിച്ചതുകൊണ്ട് അവിടെ ഇലക്ഷൻ മാറ്റിവെച്ചു. ബാക്കി 9 ആളുകൾ ഞങ്ങൾ ജയിച്ചു വന്ന് പാർലമെൻ്ററി പാർട്ടി ഉണ്ടായി. 2 മന്ത്രിമാർ 3 മന്ത്രിമാർക്ക് വേണ്ടി വാദിച്ചു. 2 മന്ത്രിമാർ കിട്ടി. ഡെപ്യൂട്ടി സ്പീക്കറും കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മാണി സാറ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ജോണി ഒന്ന് നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ എന്നെ കയറ്റി പാലായി വീട്ടിൽ പോയി സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ജോണി ജേക്കബ് മന്ത്രിയായതിനു ശേഷം ഒരു ചെറിയ ഗ്രൂപ്പ് പ്രവർത്തനം പോലെ നടത്തുന്നു എന്ന് തോന്നുന്നു. നമുക്കതിനെ ഒന്ന് തടയിടണ്ട, അതൊന്ന് മനസ്സിലാക്കണം, ഒന്ന് പ്രതിരോധിക്കണം. അതുകൊണ്ട് ജോണി നമ്മുടെ MLA-മാരെ ഒന്ന് വിളിച്ചു കൂട്ടണം. അപ്പോൾ ഞാൻ വളരെ സജീവമായി എല്ലാവരെയും വിളിക്കാനുള്ള സജീവമായി നിൽക്കുമ്പോഴാണ് ലോക മലയാള സമ്മേളനം അമേരിക്കയിൽ. അങ്ങനെ അമേരിക്കയിൽ പോയി. മാണി സാറ് കുറേ നമ്പരൊക്കെ തന്ന് ആ സ്ഥലങ്ങളിലൊക്കെ വിളിക്കണം, പോകണം. വളരെ സന്തോഷത്തോടുകൂടി പോയി തിരിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഒരു വലിയ മർമറിഞ്ഞ വേറൊന്നുമല്ല, ഞങ്ങളെ TM ജേക്കബ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ എന്നുള്ളൊരു വാർത്തയും അതിൻ്റെ ചില പ്രതിഫലനങ്ങളും ഉണ്ടായി. അപ്പോൾ ഞാൻ മാണിസാറിനെ പോയി ചെന്ന് കണ്ടു. സാറിന് ഞാനൊരിക്കലും മാണിസാറിനെ വിട്ടൊരു കച്ചവടം ഇല്ല, അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്കൂപ്പുകൾ കൊടുത്തുകൊണ്ട് ഇത് തൽപരകക്ഷികളല്ല, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ അതിന് വലിയ അസമാധാനം കൊടുത്തു. ഏതായാലും അങ്ങനെ വന്ന് 93 ഡിസംബർ മാസം 10-ാം തീയതി ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എനിക്ക് ഒരു എന്താ സ്വഭാവ ഗുണമാണോ എന്ന് എനിക്കറിയില്ല, അതോ സ്വഭാവ ദോഷമാണോന്നറിയില്ല. എനിക്കിങ്ങനെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മുന്നിൽ വന്നിരുന്ന് യാചിച്ച് കരയുമ്പോൾ അതിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ വേണ്ടേ, ഇങ്ങനൊരു പിളർപ്പല്ല, നമുക്കൊന്ന് പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ, നടപടി ഉണ്ടാകാതിരിക്കണമെങ്കിൽ 4 പേര് വേണം. 4 പേരാണ് ഈ ഗ്രൂപ്പാണ്, പിളർപ്പില്ല. അങ്ങനെ ഞാൻ ഒരു അരമനുഷ്യ മൂളി 4 പേരായി. കരുണാകരനുമായിട്ടുള്ള ജേക്കബിൻ്റെ ഒരു വലിയ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് 2 പാർട്ടിയായിട്ട് അംഗീകരിച്ചു. മാണി സാർ ശക്തമായിട്ട് എതിർത്തു, സാധ്യമല്ല, അവരുണ്ടെങ്കിൽ ഞങ്ങളില്ല. അപ്പോൾ കരുണാകരൻ പറഞ്ഞു, നിങ്ങൾക്കില്ലെങ്കിൽ പോകാം. ഏതായാലും 4 പേരുള്ള ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു പക്ഷത്തും 6 പേരുള്ള മാണി സാറിൻ്റെ ഗ്രൂപ്പ് ഒരു പക്ഷേ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചു. 2 പാർട്ടിയാക്കി അംഗീകരിച്ചു. അങ്ങനെയാണ് ജേക്കബ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അതിൻ്റെ ചെയർമാനായിട്ട് PM മാത്യു വന്നു. രണ്ടാമത് 96 തെരഞ്ഞെടുപ്പാണ് പിന്നെ വരുന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ ഇതിന് ആയുസില്ല എന്നൊക്കെ മാണി സാർ പ്രസ്താവിച്ചു, ജേക്കബ് പറഞ്ഞു. അങ്ങനെയൊക്കെ പല വാദപ്രതിവാദങ്ങളുണ്ടായത്. ഞാൻ 96 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ സീറ്റുകൾ ഒരു കാരണവശാലും നൽകുകയില്ല എന്നുള്ളതിൽ മാണി സാർ അദ്ദേഹത്തിൻ്റെ കിട്ടിയ സീറ്റാണ്. ഞാൻ ജേക്കബിനോടൊപ്പം ഉറച്ചു നിന്നു. 96-ലും 2001-ലും വലിയ ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴയിൽ ജയിച്ചു. 2005-ലാണ് DIC ജേക്കബിനെ വീണ്ടും മന്ത്രിസഭയിൽ എടുക്കുന്നില്ല എന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരു അനന്തരഫലമായി മുന്നണി കോൺഗ്രസുമായി പിണങ്ങി. കരുണാകരൻ എന്ന് കോൺഗ്രസ് പിളർത്തി DIC ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ഭാഗമായി. അതൊരു രാഷ്ട്രീയമായി വലിയൊരു അബദ്ധജടിലമായ തീരുമാനമായിരുന്നു. പക്ഷേ ജേക്കബ് എടുക്കുന്ന ഒരു തീരുമാനത്തോടൊപ്പം നിൽക്കാതിരിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ നിയമസഭ തെരഞ്ഞെടുപ്പ്.
അപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ സജീവമായി പങ്കാളിയാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് പോക്ക്. അതെ അതെ. അതുകൊണ്ട് കാസർഗോഡ് മുതലങ്ങ് പോന്നപ്പോൾ എന്തുമാത്രം രൂക്ഷമായി ഉമ്മൻചാണ്ടിയെ വിമർശിക്കാമോ ആ വിമർശിച്ച് പ്രസംഗിച്ചാണ് പോകുന്നത്. മൂവാറ്റുപുഴയിലൊക്കെ എൻ്റെ മണ്ഡലത്തിലൊക്കെ ഉമ്മൻചാണ്ടിയെ അവിടെ നിന്ന് പിടിച്ചിറക്കി ചാണകവെള്ളം തളിച്ച് ശുചീകരിക്കണം എന്നൊക്കെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷ മുന്നണിയിൽ എടുക്കുന്നതിന് വെളിയം ഭാർഗവനും വി എസ് എതിര് നടന്നില്ല. വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ എന്ത് വേണം? ഒറ്റയ്ക്ക് നിൽക്കണം. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തീരുമാനം വന്നു. ഞങ്ങൾ പലരും പറഞ്ഞു മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കുറേ MLA മാരുണ്ടല്ലോ. ഏതായാലും MLA സ്ഥാനം രാജിവെച്ചതിൽ കൂടി 12 പേര് രാജിവെച്ചു. അതെ അതെ. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ UDFൻ്റെ അതിൻ്റെ ഭാഗമാകാനുള്ള ഒരു തീരുമാനം എടുത്തു. UDFൻ്റെ ഭാഗമായി UDF വലിയ പ്രതീക്ഷയോടുകൂടി വിജയിക്കുമെന്നുള്ള ധാരണയിൽ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു. 2011 അപ്പോൾ ഇതിനിടയിൽ ടി ജേക്കബ് രോഗബാധിതനായി സുഖമായി. എന്നാലും രോഗത്തെ തലട്ടിക്കൊണ്ടു. 2011 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 4 സീറ്റ് അതുവരെ ഉണ്ടായിരുന്നതാണല്ലോ. അന്ന് 2 സീറ്റ് തരുള്ളൂ എന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തു. 2 സീറ്റേ ഉള്ളൂ. അപ്പോൾ അവസാനം ധാരണയാകുന്നില്ല. അവസാനം നേതാക്കന്മാർ ഞങ്ങൾ 2 പേരെ ചർച്ചയ്ക്ക് പോകുന്നത് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ 2 സീറ്റ് നിങ്ങളുടെ പിറവ് മൂവാറ്റുപുഴ എടുത്തങ്ങ് അവസാനിപ്പിക്കും. അവസാനം ജേക്കബ് പറഞ്ഞു 1 സീറ്റോടെ വേണം ഞങ്ങൾക്ക് പേരിനെങ്കിലും. അപ്പോൾ 3ാമതൊരു സീറ്റും കൂടി നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു സീറ്റും കൂടി തരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. അപ്പോൾ ജേക്കബ് പറഞ്ഞ പോലെ അങ്കമാലിയും പിറവുമാണ്. എനിക്ക് വലിയ ഷോക്കായി. കാരണം ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു മൂവാറ്റുപുഴയിൽ. കാരണം എൻ്റെ സീറ്റാണല്ലോ. ഒരു വലിയ നടുക്കം ഉണ്ടായി. അപ്പോൾ ഞാനവിടെ ഇരുന്ന് പറഞ്ഞു, പൊട്ടിത്തെറിച്ചു, അങ്കമാലി സീറ്റ് ആരും മത്സരിക്കാനാണ്, ഞാൻ പോവില്ല. അപ്പോൾ ജേക്കബ് പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് ജോണി ആ സ്ഥാനാർത്ഥി ആരാ പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പോൾ ചതിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഏതായാലും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. വൈകുന്നേരം രാത്രി എല്ലാവരും കൂടി പറഞ്ഞു മത്സരിക്കുക. അങ്കമാലിയെക്കുറിച്ച് നോക്കുമ്പോൾ അങ്കമാലി UDF ജയിക്കുന്ന ഉറപ്പ് മണ്ഡലമാണ്. കോൺഗ്രസ് കാലങ്ങളായി കോൺഗ്രസ് ജയിക്കുന്ന. ആദ്യമായിട്ടാണ് PJ ജോയ് തോപ്പിച്ച് നമ്മുടെ തെറ്റയിൽ ജയിച്ച് മന്ത്രിയായി വരുന്നു. VS അച്യുതാനന്ദൻ ഗ്ലാമറിൽ നിൽക്കുക. ഞാൻ എവിടെ നിന്ന് ചെല്ലുമ്പോൾ 14-15 ദിവസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് പിന്നെ ഉള്ള പ്രശ്നം. നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്നാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ പെട്ടെന്നൊരു പ്രചാരണം, ഞാൻ വരത്തനാണ്. അങ്കമാലിക്കാർക്ക് ഇപ്പോൾ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. സ്വദേശിവാദി, വിദേശി, പരദേശി. അപ്പോൾ ഞാൻ വരത്തനാണ്. ആ പ്രചരണം അങ്ങ് വന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായപ്പോൾ എനിക്ക് വലിയ ആത്മവിശ്വാസമായി. നല്ല അടുക്കോടും ചിട്ടയോടും പ്രവർത്തനം നടത്തി. കുറേയധികം സാമ്പത്തിക ചെലവുകൾ വന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയപ്രതീക്ഷ പൂർണ്ണമായി. എൻ്റെ എതിർ സ്ഥാനാർത്ഥി ജോസ് തെറ്റയിൽ തന്നെ പറഞ്ഞു ജയിക്കുകയല്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു അവലോകന യോഗത്തിൽ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാരടക്കം വന്നിരുന്ന് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഏതാണ്ട് 18,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. അപ്പം ഞാൻ ഇതൊക്കെ കേട്ടിരുന്നപ്പോൾ എൻ്റെ അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പരിചയമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 7,000-8,000 വോട്ടിന് വരെ വിജയിക്കാം എന്നിങ്ങനെ കൂട്ടി. പിന്നെ ഒരു മാസം കഴിഞ്ഞ വോട്ടുണ്ട്. എന്ത് ചെയ്യുന്നറിയോ? ഈ പടക്കം മുതൽ എല്ലാ ആഘോഷങ്ങൾക്കുമുള്ള മെറ്റീരിയൽസൊക്കെ എല്ലാ ബൂത്തുകളിലും എത്തിച്ചു കൊടുത്തു. ഉറപ്പല്ലേ? ഇതങ്ങ് എണ്ണി പൊട്ടിച്ച് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നാട്ടിൽ എവിടെ ചെല്ലുമ്പോഴും നിയുക്ത MLA ഭയങ്കര ഓടി നടക്കുകയാണ്. എണ്ണി ഫലം പ്രഖ്യാപിച്ചപ്പോൾ 7,100 വോട്ടിന് തെറ്റിയിൽ വിജയിച്ചു. വളരെ പ്രകടമായി അന്ന് ബോധ്യപ്പെട്ടൊരു കാര്യം, കോൺഗ്രസ്സുകാർ തന്നെ പിന്നീട് തെരുവിൽ ഏറ്റുമുട്ടി. കോൺഗ്രസിൻ്റെ സജീവ അംഗങ്ങൾ പോലും തിരിച്ചു മാറി വോട്ട് ചെയ്തു. സത്യത്തിൽ വാഴക്കനെ ജയിപ്പിക്കാൻ വേണ്ടി രമേശ് കളിച്ച ഒരു വലിയ കളി, അതിന് TM ജേക്കബ് കൂട്ടുനിന്നു. അതാണ് ഉണ്ടായത്. ഞാൻ തോറ്റു. ജേക്കബ് 156 വോട്ടിന് വിജയിച്ചു, മന്ത്രിയായി. ഇവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് TM ജേക്കബിൻ്റെ പാർട്ടിയുടെ കൂടെ അതിശക്തമായി നിന്നൊരു നേതാവായിരുന്നു താങ്കൾ. പക്ഷേ TM ജേക്കബിൻ്റെ കാലത്തിന് ശേഷം താങ്കളെ പരിഗണിക്കുന്നേയില്ല പാർട്ടി. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അങ്ങനെയല്ല, അതുണ്ടായത് പരിഗണനയൊക്കെ ഉണ്ടായിരുന്നു. TM ജേക്കബിന് ശേഷം പാർട്ടി ഛിന്നഭിന്നമായി പോകുമെന്ന് എല്ലാവരും ധരിച്ചപ്പോഴും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ പാർട്ടിയെ 14 ജില്ലകളിലും
വളരെ കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. പക്ഷേ TM ജേക്കബിൻ്റെ മരണത്തിൻ്റെ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആർക്ക് അത് അവരുടെ കുടുംബത്തിൽ തന്നെ രണ്ട് അഭിപ്രായം. ഡെയ്സി വേണമെന്ന് പറഞ്ഞു, അനൂപ് വേണമെന്ന് പറഞ്ഞു. അവിടെയാണ് അനൂപ് വെറുതെക്ക് ആ മരണം സംസ്കാര ശുശ്രൂഷകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അനൂപ് ഒന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സീറ്റ് തരണം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ഏതായാലും അവസാനം ഉമ്മൻചാണ്ടി പോലും പറഞ്ഞു ഡെയ്സി ആയിരിക്കുന്നല്ല, ജോണിയാണ് വേണ്ടത്, അത് വേണ്ട, ഇനിയിപ്പോൾ അത് എനിക്ക് തരാൻ പറ്റാതെ വന്നത് അവരുടെ ഒരു മെത്രാപ്പൊലീത്തക്കാർ പറഞ്ഞല്ലോ ഇത് യാക്കോബായ സമുദായത്തിന് അവകാശപ്പെട്ട സീറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ യാക്കോബായ വിഭാഗം കൂടുതൽ. ഏതായാലും അനൂപിന് സീറ്റ് കൊടുത്തു. അതെ, അനൂപിന് സീറ്റ് കൊടുത്തു, ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അനൂപിനെ മന്ത്രിയാക്കാൻ താമസം നേരിടുക. ഞാൻ വലിയ പോരാട്ടം നടത്തി, വലിയ പോരാട്ടം. അവസാനം മന്ത്രിയാക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ വകുപ്പ് കൊടുക്കില്ല, ഭക്ഷ്യവകുപ്പും രജിസ്ട്രേഷനോ കൊടുക്കുകയില്ല. ഒരു ചെറിയ വകുപ്പ് ഏതെങ്കിലും, സാമൂഹിക വികസനമോ ഗ്രാമവികസനമോ അങ്ങനെ ഏതെങ്കിലും ചെറിയ വകുപ്പ്, ഇല്ല ടൂറിസമോ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ള നിലയിൽ. അപ്പം ഞാൻ പറഞ്ഞു പാർട്ടിക്ക് കിട്ടിയ വകുപ്പാണ്. TM ജേക്കബ് എന്ന് പറയുന്ന നേതാവ് അങ്ങനെ മരിച്ചു, പാർട്ടിക്കാണ് വകുപ്പ് കിട്ടിയത്, ആ വകുപ്പ് വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മാധ്യമങ്ങളിലൊക്കെ. ഏതായാലും അവസാനം വകുപ്പൊക്കെ തന്നു. മന്ത്രിയായ ശേഷം ഇദ്ദേഹം കുറേ കിങ്കരന്മാരുടെ പിടിയിലേക്ക് അങ്ങ് അമർന്നു. പാർട്ടി ചെയർമാൻ പറയുന്നതിനൊന്നും വലിയ അംഗീകാരമില്ല. ഈ മന്ത്രിസ്ഥാനം വെച്ചുകൊണ്ട് പാർട്ടിയിലെ നേതാക്കന്മാരെ മുഴുവൻ വശത്താക്കുന്ന ഒരു പ്രവർത്തനം ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം വളരെ പരിചയസമ്പന്നല്ലാത്ത ഒരാൾ MLA ആവുന്നു. രാഷ്ട്രീയത്തിൽ അത്രയും സജീവമായിരുന്നില്ലല്ലോ അദ്ദേഹം. രാഷ്ട്രീയത്തിൽ അത്രയും സജീവമായിരുന്നു, വളരെ പേരിന് മാത്രം ഉണ്ടായിരുന്ന ആളാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് യഥാർത്ഥത്തിൽ MLA ആവുന്നതും മന്ത്രിയാവുന്നതും. ഈ പരിചയക്കുറവ് മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ചില ബന്ധുക്കൾ, ചില പാർശ്വവർത്തികൾ ഒക്കെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ ഹൈജാക്ക് ചെയ്തെന്നും അവരുടെ ഇഷ്ടാനുസരണമാണ് പിന്നീട് ഭരണം നടത്തിയെന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ആരോപണം. അതായിരുന്നു, അതൊരു പരിധി വരെ ശരിയുമായിരുന്നു. അപ്പോൾ പാർട്ടിക്കാര്, ഈ ശല്യക്കാരായ പാർട്ടിക്കാർ, അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ ആനുകൂല്യം കൊണ്ട് മാത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും അവരെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. അങ്ങനെ വലിയ എതിർപ്പില്ലാതെ അങ്ങ് പോയി. പലപ്പോഴും പാർട്ടി ചെയർമാൻ കൊടുക്കുന്ന നിവേദനങ്ങളൊക്കെ ചവിറ്റുകൊട്ടയിൽ പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. ഏതായാലും അത് ഇച്ചിരി മനോവിഷമം ഉണ്ടാക്കി. പിന്നീട് അങ്ങോട്ട് സംഘടനയിലെ ഓരോ ജേക്കബിൻ്റെ മരണശേഷമുള്ള സ്ഥാനങ്ങൾ, ആ ജേക്കബ് വഹിച്ചിരുന്ന മുഴുവൻ സ്ഥാനങ്ങളും പാർട്ടിയിൽ അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ലീഡർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും തോറ്റപ്പോൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് വേണ്ടി. അതിനു മുമ്പ് പാർലമെന്ററി പാർട്ടി ലീഡറാകുമ്പോൾ ലീഡറാണല്ലോ. അപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഭരണഘടനയിൽ ഒരു ക്ലോസ് എഴുതി ചേർത്തു, ലീഡർ. ആ പോസ്റ്റ് അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞു. ഞാൻ എതിർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം TM ജേക്കബ് MLA അല്ലാതായപ്പോൾ കൊടുത്തൊരു പോസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ MLA ആണ്, നിങ്ങളിപ്പോൾ പാർലമെന്ററി പാർട്ടി ലീഡറാണ്, അപ്പോൾ പ്രത്യേക ഒരു ലീഡർ വേണ്ട, അതൊക്കില്ല എന്ന് പറഞ്ഞു. പാർട്ടിയിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 12-11 ആ രീതിയിലൊക്കെ, 12-9 അങ്ങനെ ആ രീതിയിലൊക്കെ നിന്ന് അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറുമായി. പിന്നീട് പാർട്ടി പ്രവർത്തനങ്ങൾ അല്പം പല വിധത്തിൽ പാർട്ടി നന്നാക്കണമെന്നോ പാർട്ടി പ്രവർത്തനം സജീവമാക്കണമെന്നോ ജില്ലകളിൽ പോകണമെന്നോ ഒന്നുമില്ല. അതെല്ലാം ഞാൻ തന്നെ പോകണം. അപ്പോൾ ഭരണം കഴിഞ്ഞു, പിന്നത്തെ തെരഞ്ഞെടുപ്പ് വന്നു. പിന്നത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് നാടകീയമായ അവിശ്വസനീയമായ കാര്യങ്ങളുണ്ടായത്. ഉമ്മൻചാണ്ടിയുടെ ഭരണം കഴിഞ്ഞ് വീണ്ടും ഉമ്മൻചാണ്ടി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളൊരു വലിയ പ്രതീതി ഉള്ളപ്പോഴാണ് സീറ്റ് ചർച്ചകൾ വരുന്നത്. അപ്പോൾ ഞാൻ അതിനിടയിൽ പരാജയപ്പെട്ടെങ്കിൽ അങ്കമാലിലെ മുക്കിലും മൂലയിലും കയറി ഇറങ്ങി നടക്കുക. അത് മാത്രമല്ല, അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞിരുന്നു അവിടെ നന്നായി പ്രവർത്തിക്കണം. അപ്പോൾ ആ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ അവിടെ നിന്നു. അവസാനമാണ് നാടകീയമായി എനിക്ക് സീറ്റില്ല, അവിടെ വേറെ റോജിയം ജോൺ, പകരം ഒരു സീറ്റും ഇല്ല. അല്ല, ഈ നേരത്തെ വരത്തെന്ന് പറഞ്ഞു റോജിയം ജോൺ ആ നാട്ടുകാരനല്ല, അല്ല കണ്ണൂരുകാരനാണ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിന് അങ്ങനെയൊക്കെ പറയാമല്ലോ. പിന്നെ നമ്മുടെ ഈ സഭാ പിതാക്കന്മാരും ഞാൻ ആ നിലപാടെടുത്തു. ഇതുമാകട്ടെ, പകരം ഒരു സീറ്റ് തന്നില്ല. എന്താ ഉണ്ടായതെന്നറിയോ? ഞാൻ വല്ലാതെ പൊട്ടിത്തെറിച്ചു. ഇനി UDF പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സീറ്റ് മതി എന്ന് പറഞ്ഞു, അനൂപ് പറഞ്ഞു എന്ന് രമേശ് ചെന്നിത്തല പലരോടും വെളിപ്പെടുത്തി.
അപ്പോൾ അങ്ങനെ അന്ന് മുതലൊരു വല്ലാതെ അസ്വസ്ഥതയിൽ. ഈ ഇപ്പൊ മനു അപ്പോഴാണ് UDF സെക്രട്ടറി സ്ഥാനം തന്ന് എന്നെ വീണ്ടും മടക്കി വിളിച്ചു. ആ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു. എല്ലാ സ്ഥലത്തും 140 മണ്ഡലങ്ങളിൽ 2 പ്രാവശ്യം പോയി. രമേശിനോടൊപ്പം, ഉമ്മൻചാണ്ടിയോടൊപ്പം ജാഥകളിലൊക്കെ പോയി. അപ്പോൾ എല്ലാ സ്ഥലത്തും സമരങ്ങൾ വെച്ചാൽ UDFൻ്റെ സമരം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലയുടെ ചുമതല എനിക്കാ. ഞാനവിടെ പോവും, ഭംഗിയായിട്ട് നിർവഹിക്കും. എല്ലാ സ്ഥലത്തും നല്ല ബന്ധങ്ങളുണ്ടാക്കി അങ്ങനെ അങ്ങ് പോയി. 2021 തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ നേതൃത്വ മാറ്റം ഉണ്ടായപ്പോൾ 2021 നമ്മളിപ്പോൾ ജോസഫിൻ്റെ അതിനിടയ്ക്ക് 2020 ഞാൻ ജോസഫിനോടൊപ്പം ചേർന്നത് ലയനമായിരുന്നു. എറണാകുളത്ത് വലിയൊരു ലയന സമ്മേളനം നടത്തി, ലയിച്ചു. ജോസഫ് വാഗ്ദാനങ്ങളൊക്കെ കുറേ നൽകി, അതൊക്കെ നിൽക്കട്ടെ. ഏതായാലും പാർട്ടിയിൽ ഒന്നാമനായിരുന്ന എന്നെ അദ്ദേഹം 8ാമനാക്കി പരിഗണിച്ചു. അല്ല ഇപ്പൊ ഈ കേരള കോൺഗ്രസ് എല്ലാം കൂടി ലയിച്ചല്ലോ ഒരു കാലത്ത്. മാണി കോൺഗ്രസും ഇദ്ദേഹം എല്ലാം ലയിച്ച് വലിയൊരു പാർട്ടിയായി. PC ജോർജ് അടക്കമുള്ള ആളുകൾ കൂടെ നിന്ന് വലിയൊരു പാർട്ടിയായി, വലിയ രീതിയിൽ ബാർഗനിങ് പവറുള്ള ഒരു പാർട്ടിയായി നിൽക്കുകയും ഇതേ സമയം തന്നെ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും അതൊരു പാർട്ടിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതെ, അതാണല്ലോ യഥാർത്ഥത്തിൽ കേരള വിഷയം ഉണ്ടാകുന്നത്. എല്ലാ പിളർപ്പുകളും 5 വർഷം മുന്നാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. അല്ല, ആദ്യത്തെ പിളർപ്പ് 20 MLA ഉണ്ടായല്ലോ. 77 22 പേരെ മത്സരിച്ച് 20 പേർ വിജയിച്ചു. 20 MLA നിയമസഭയിൽ ചെന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് പോകുമ്പോൾ 79 ഒരു പിളർപ്പ്. 12 MLA മാണിസാറിനോടൊപ്പം, 8 പേര് ജോസഫിനോടൊപ്പം. അവിടെയാണ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അത് കാരണം വേറൊന്നുമല്ല, പാർട്ടി ചെയർമാൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മത്സരിച്ചു, P. ജോസഫ് മത്സരിച്ചു. അതിനിടയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം മാണിസാറ് കേസ് വന്ന് പുറത്തുപോയി. മന്ത്രിസ്ഥാനം ഇദ്ദേഹത്തിന് കൊടുത്തു, ഇദ്ദേഹം മാറിക്കൊടുത്തു. അദ്ദേഹത്തെ ചെയർമാനാക്കാവുന്ന ധാരണ ഉണ്ടായിരുന്ന പറയുന്നത്. എനിവേ ചെയർമാൻ ഇദ്ദേഹം മത്സരിച്ചു. PT സെബാസ്റ്റ്യൻ മാണിസാറിന് നോമിനിയായി, രഹസ്യമായ നോമിനിയായി മത്സരിച്ചു. സ്വാഭാവികമായി PJ ജോസഫ് വിജയിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷെ മാണിസാറിൻ്റെ രഹസ്യമായ പിന്തുണ, പരസ്യമായിട്ട് പുള്ളി ഞാൻ നിഷ്പക്ഷമാണെന്ന് പറഞ്ഞു, പക്ഷെ രഹസ്യമായ പിന്തുണ VT സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. VT സെബാസ്റ്റ്യൻ വിജയിച്ചു. അതോടുകൂടി അതിനകത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അത് തുടർന്ന് 79 പിളർന്ന 2 പാർട്ടിയായി മാറി. അപ്പോൾ ആണ് ജോസഫ് UDFിൽ നിന്നും മാണി ഇടതുപക്ഷത്തേക്കും പോന്നു. അങ്ങനെയാണ് ആ സംഭവം. പിന്നീട് ഒന്നാകുന്നത് 84 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സീറ്റ് 2 കൂട്ടർ 2 സീറ്റ് ചോദിച്ചു. തരലാന്ന് പറഞ്ഞു, ഓരോ സീറ്റ് തരാമെന്ന് പറഞ്ഞു. അവസാനം ഏതോ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചാൽ 3 സീറ്റ് തരാമെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഒരുമിച്ചു, 3 സീറ്റ് കിട്ടി. 3 സീറ്റ് കിട്ടി. ഒന്ന് മുകുന്ദപുരം, കോട്ടയം, ഇടുക്കി, 3 സീറ്റ് കിട്ടി. അല്ല, കോട്ടയം മൂവാറ്റുപുഴ, അന്നത്തെ മൂവാറ്റുപുഴ. ആ 3 സീറ്റ് കിട്ടി. മൂവാറ്റുപുഴ സീറ്റിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു. അവരുടെ സിറ്റിംഗ് MP ആയിരുന്നു. കോട്ടയത്ത് സ്കറിയ തോമസ് തോറ്റു. മുകുന്ദപുരത്ത് മോഹൻദാസ് ജയിച്ചു. അപ്പോൾ തത്വത്തിൽ ജോസഫ് വിഭാഗത്തിൽ നിന്ന് മത്സരിച്ച് 2 പേരും ജയിച്ചു. മാണി വിഭാഗത്തിലാണ് തോറ്റു. അത് പക്ഷേ അതങ്ങനെ അങ്ങ് പോയി. 87 ഞാൻ നേരത്തെ പറഞ്ഞ 87 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് വീണ്ടും സീറ്റുകളെ സംബന്ധിച്ച്, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തർക്കം വന്ന് വീണ്ടും പിളർന്നത്. അങ്ങനെയാണ് അന്ന് 2 പേരും ഒരു മുന്നണിയിൽ. പിന്നീട് ജോസഫ് ഇടതു മുന്നണിയിലേക്ക് വീണ്ടും പോകുന്നത് 89 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. 89 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മൂവാറ്റുപുഴ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ജോസഫ് ഗ്രൂപ്പിൻ്റേതാണ്, അവർക്ക് വേണം. അപ്പോൾ കരുണാകരനല്ലേ നേതാവ്, അദ്ദേഹം ഒരു കാരണവശാലും TN ജേക്കബ് ഇപ്പുറത്തായതുകൊണ്ട് അത് മാണി ഗ്രൂപ്പിന് തന്നു. PC തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. ഇദ്ദേഹത്തിന് ഇടുക്കി സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം വാങ്ങിയില്ല. ഇദ്ദേഹം ഇവിടെ ഒന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, ഒറ്റയ്ക്ക് മത്സരിച്ചു. കെട്ടിവെച്ച പൈസ പോയി. PC തോമസ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പിന്നെ അദ്ദേഹം ഇടുക്കിയിൽ പിന്നീട് ഒരു മുന്നണിയാകുന്നത് ഈ അടുത്ത കാലത്ത് 2010. അതുവരെ പിന്നീട് ഇടതുപക്ഷ മുന്നണിയിലായിരുന്നു. 2010 വന്നു, ഒരുമിച്ച് വന്നു. അധികകാലം നിന്നില്ല. മാണിസാറ് മരിക്കുന്നവരെ
ഒന്നിച്ചു നിന്നു. അല്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മാണി സാർ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹമാകും. പക്ഷെ അത് നടക്കുന്നില്ല. അപ്പം അവിടെ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സീറ്റ് കൊടുത്ത് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാവുന്നതാണ്. കാരണം അദ്ദേഹം പോലത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർ. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹം ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ദീർഘകാലം MLA ആവും മന്ത്രിയാവും ഒക്കെ ആയി ചെയ്തത് പലതവണ ജയിക്കുകയൊക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചേഞ്ച്. അല്ല, അത് മാണി സാർ രോഗാവസ്ഥയിലായിരുന്നു എങ്കിലും മാണി സാറിന് ജോസഫ് നിൽക്കട്ടെ എന്ന ആഗ്രഹമായിരുന്നു. അത് നടന്നില്ല. അത് നടക്കാത്തത് പുള്ളിയെ വീണ്ടും, അതാണ് പിന്നീട് പിളർപ്പിന്റെ മാണി സാറിന്റെ മരണശേഷം ഈ പിളർപ്പോട് കൂടി യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന് വലിയ നഷ്ടമല്ലേ ഉണ്ടായത്? കേരള കോൺഗ്രസുകൾക്കെല്ലാം നഷ്ടമല്ലേ ഉണ്ടായത്? വലിയ നഷ്ടമുണ്ടായി. കേരള കോൺഗ്രസുകൾ ഒരു കാലത്ത് മുസ്ലിം ലീഗിനേക്കാൾ പ്രബലമായ ഒരു പ്രാദേശിക കക്ഷിയായി ഇവിടെ വളർന്നതാണ്. അത് ഒരു കാര്യം ഞാൻ പറയാം, കേരള കോൺഗ്രസ് പാർട്ടിയെ കാലാകാലങ്ങളിൽ തകർക്കുവാനും തളർത്തുവാനും നേതൃത്വം കൊടുത്ത മുഖ്യ കക്ഷി എന്ന് പറഞ്ഞ കോൺഗ്രസ്സാണ്. ഇടതുപക്ഷമുണ്ട്, മുഖ്യ കക്ഷി. 64 കേരള കോൺഗ്രസ് പാർട്ടി രൂപം കൊണ്ട കാലം മുതൽ ഇതിനെ തകർത്ത് കളയാൻ വേണ്ടി ഗൂഢാലോചന നടന്നു. അതൊന്നും നടന്നില്ല. ചില മാധ്യമങ്ങളും അന്ന് ഇതിനുവേണ്ടി ശ്രമിച്ചു. ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ശ്രമിച്ചെങ്കിൽ പോലും ഇത് നിന്നു. പക്ഷെ എന്നാൽ പോലും ഈ പിളർപ്പുകളിലൂടെ ഇപ്പം പിളർന്ന് 20 MLA-മാരുണ്ടായിരുന്നു പാർട്ടി. പിന്നീട് പല ഘട്ടങ്ങളിലും ഇപ്പം ഞാൻ ആദ്യം 91 MLA ആയി ചെല്ലുമ്പോൾ 14 MLA-മാരുണ്ട്. മാണി വിഭാഗത്തിന് 10, ജോസഫ് വിഭാഗത്തിന് 1, പിള്ള വിഭാഗത്തിന് 2. അങ്ങനെയൊക്കെ ജോസഫിന് 2. അങ്ങനെയൊക്കെ 14 MLA-മാർ ഒരു ഘട്ടത്തിലുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏറ്റവും കുറഞ്ഞു പോയത് ഇപ്പോഴാണ്. ഇപ്പോൾ 5 2 7, 7 1 8, 8 1 9, 9 നിൽക്കുക ഇപ്പോൾ കേരള കോൺഗ്രസ് MLA-മാരുടെ എണ്ണം. ഈ പിളർന്ന് ഇതിൻ്റെ മാംസവും രക്തമൊക്കെ പോയി ഇങ്ങനെ. എന്നാൽ ആളുകളധികം പോയില്ല. ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം എത്ര പാർട്ടിയാണ് ഞങ്ങളുടെ ഈ മേഖലയിലൊക്കെ ഒരു കാലത്ത് കേരള കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടി ഇല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കേരള കോൺഗ്രസ്. ഇപ്പോൾ അത് പോയിട്ട് കോൺഗ്രസ് ആയി എവിടെയല്ല. കാരണം ഇതിൽ ഈ തകർച്ച, ഈ പിളർപ്പ് ഇതുപോലെ കണ്ടുമടുത്ത് എല്ലാവരും പ്രവർത്തനമില്ല. അങ്ങനെ ഇപ്പോൾ ഈ പിളർപ്പിന് ശേഷം ഞാൻ സിൻസിയറായിട്ട് പറയാമല്ലോ, പാർട്ടിയുടെ പ്രവർത്തകർ ചെറുപ്പക്കാർ ജോസ് കെ മാണിയോടൊപ്പം. അത് മാത്രമല്ല എല്ലാ തലങ്ങളിലും ശക്തമായ അടിത്തറയുണ്ട് ഉള്ള സ്ഥലങ്ങളിൽ. ഇപ്പുറത്ത് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ജോസഫ് ഗ്രൂപ്പിൽ യാതൊരു പാർട്ടി സംവിധാനവും ഇല്ല. ഒരാൾക്കൂട്ടം അദ്ദേഹം വരുമ്പോൾ കുറച്ച് പേരെ വിളിച്ചു കൂട്ടും. ആൾക്കൂട്ടം ഇല്ലാണ്ടായി. അപ്പം അങ്ങനെ ക്ഷയിച്ച് അല്ലെങ്കിൽ ക്ഷയിപ്പിച്ച് ഇന്നത്തെ അവസ്ഥയിൽ. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ മുഖ്യ കക്ഷികളാണ്. ഇപ്പോൾ UDF-ൽ ഉള്ളത് 2 കേരള കോൺഗ്രസ് ജോസഫും അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസ് മാത്രമാണ്. ഇടതുപക്ഷ മുന്നണിയിൽ ജോസ് കെ മാണിയുടെ വിഭാഗമുണ്ട്, ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, ഗണേഷ് കുമാറിൻ്റെ RSB ഉണ്ട്, സ്കറിയ തോമസിൻ്റെ പാർട്ടിയുണ്ട്, MLA-മാരൊന്നുമില്ലെങ്കിലും. അപ്പോൾ 4 പാർട്ടികൾ LDF-ലും 2 പാർട്ടികൾ UDF-ലും നിൽക്കുക. സത്യത്തിൽ ആളുകൾക്കൊരു പുച്ഛമാണ്. അല്ല, ഇത് കൂടാതെ PC ജോർജിന്റെ ഒരു പാർട്ടി ഉണ്ട്, ജനപക്ഷം. സാറിന്റെ ഒരു പാർട്ടി ഉണ്ടായത്. ഇപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ എന്നാണ് ചോദിക്കാൻ പോകുന്നത് അടുത്തത്. അല്ല, അത് കേരള കോൺഗ്രസ് വിട്ട് അത് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് UDF-ൻ്റെ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ VD സതീശൻ UDF ചെയർമാനായി വന്ന ശേഷം എന്താ കാരണം എന്ന് എനിക്കറിയില്ല, ഒരു അവഗണന എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. കാര്യമായ ചുമതലകളൊന്നും തരില്ല. UDF-ൻ്റെ സമരപരിപാടികൾ ഇട്ടാൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഉദ്ഘാടനമോ അല്ലെങ്കിൽ അതിന് മുഖ്യ ചുമതല ഇരിക്കായിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം അതില്ല. യോഗങ്ങൾ വിളിച്ചാൽ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പോലും എനിക്ക് സാന്നിധ്യം ഉണ്ടായിരുന്നു, എന്നെ വിളിക്കുമായിരുന്നു. ഇതൊന്നുമില്ല. അസൻ വിളിക്കുന്ന UDF ഉന്നതാധികാര സമിതി യോഗത്തിൽ മറ്റുള്ളവരോടൊപ്പം ചെന്നിരിക്കാമെന്നല്ലാതെ ഒരു പരിഗണനയില്ല. അപ്പോൾ ഈ ഒരു അവഗണന കണ്ടപ്പോൾ ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, UDF-ൽ തന്നെ ചോദിച്ചു, സെക്രട്ടറിയുടെ ജോലി തന്നെ. ചിരിച്ചു. വീണ്ടും ഞാൻ ചോദിച്ചു നേരിട്ട്, എന്താ ഇത്രയില്ല. അവസാനം കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് കത്തയച്ചു അദ്ദേഹത്തിന്. എന്താണ് കാരണം, ഈ പദവി ഉണ്ടോ ഇപ്പോൾ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ചയാണോ, ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞ് കത്തയച്ചു. രജിസ്റ്റേർഡ് കത്താകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. മറുപടിയില്ല. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ പലപ്പോഴും എനിക്ക് അപമാനിതനായി പല വേദികളിലും ഇരിക്കേണ്ടി വന്നു. സഹിച്ചു പോയി. ഏറ്റവും ഒടുവിൽ എന്നെ വേദനിപ്പിച്ച 2 സംഭവങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
രാജ്ഭവൻ്റെ മുമ്പിൽ സത്യാഗ്രഹം, പെസഹ ബുധനാഴ്ച. എൻ്റെ ഒരു സ്വഭാവം കഴിഞ്ഞ 10-35 കൊല്ലമായിട്ട് ഈ പെസഹ ബുധനാഴ്ച മുതൽ ഞാൻ ധ്യാനത്തിന് പോകും, ഹോളി വീക്കിൽ. ഇത്തവണയും ധ്യാനം ബുക്ക് ചെയ്തിരുന്നു ചാലക്കുടി പരിയാരത്ത് CSRൽ. ധ്യാനം ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ തലേന്ന് ഹസൻ വിളിക്കുന്നു, ജോണി നെല്ലൂര് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സത്യാഗ്രഹം വരണം, നിങ്ങളെപ്പോലുള്ള സീനിയേഴ്സൊക്കെ വന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ഉന്നതായ സമിതി അംഗങ്ങളൊക്കെ ഇരിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ധ്യാനം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, പക്ഷേ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഫ്രാൻസി ജോർജിനെ വിളിച്ചു, ഞങ്ങൾ അടുത്തടുത്തുള്ളവരല്ലേ, അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു അന്ന് ഞാനും വരാമെന്ന് പറഞ്ഞു. വണ്ടിയിൽ ഒരു തിരുവനന്തപുരം പോയി രൂപ 4,500 കാറും കൊണ്ട് പോയിടി. എന്തോ ആട്ടെ, അവിടെ ചെന്നു. അവിടെ UDFൻ്റെ പ്രാദേശിക അവിടുത്തെ ജില്ലാ ചെയർമാൻ വളരെ കാര്യമായി സ്വീകരിച്ചു, ഇരുത്തി കസേര ഇട്ടു, ഷാളൊക്കെ ഇട്ടു. ഫ്രാൻസി ജോർജ് ഒരു വശത്ത്, ഇച്ചിരി കഴിഞ്ഞപ്പോൾ മോൻസ് വന്നു, മോൻസിനപ്പുറത്ത് കസേര ഇട്ടു ഇരുന്നു. അത് കഴിഞ്ഞ് UDFൻ്റെ പരിപാടികൾക്കൊക്കെ ഒരു സ്വഭാവമുള്ളത്, ഈ താമസിച്ചു വരും പല നേതാക്കന്മാരും. അപ്പോൾ മുൻനിര കസേര ഇടും, എന്നിട്ട് ഈ പിന്നിലിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുമ്പിലേക്ക് ഇരുത്തും. അങ്ങനെയാണ്. അപ്പോൾ ഈ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊക്കെ ആദ്യം ചെല്ലുന്ന ആളാണ്. എന്നോട് ആദ്യം മുന്നിൽ കയറി ഇരിക്കാൻ പറയും. ഇത്തവണ ഇരിക്കാൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മൈക്കിലൂടെ ഒരു അനൗൺസ്മെൻറ്റ്, ശ്രീ മോൻസ് ജോസഫ് MLA മുൻനിരയിലേക്ക് കയറിയിരിക്കണം. അപ്പോൾ ഫ്രാൻസി എന്നോട് UDF സെക്രട്ടറി ഇല്ലേ മുന്നിൽ? എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇനിയും ഉണ്ടാവും എന്ന് കരുതി. ഇപ്പോൾ പിന്നെ ഞാൻ മുൻനിര നോക്കുമ്പോൾ മുൻനിരയിൽ വന്നിരിക്കുന്നതൊക്കെ അടുത്ത കാലത്ത് നമ്മുടെ കാപ്പൻ്റെ പാർട്ടിയിൽ, അതൊക്കെ അടുത്ത കാലത്തല്ലേ വന്ന്, മറ്റേ ഇയാളുടെ കൂടെ ദേവരാജൻ്റെ കൂടെ വന്ന 2 ആളുകൾ, ഫോർവേഡ് ബ്ലോക്ക്, അവരെല്ലാം ഇരിക്കണം മുൻനിരയിൽ. JSSൻ്റെ കൂടെ വന്ന ആളുകൾ, രാജൻ ബാബു അടക്കം. അപ്പോൾ ജോണിൻ്റെ കൂടെയുള്ള അവരിങ്ങനെ ഇരിക്കുന്നു. ലീഗിൽ നിന്നൊരു 4-5 പേര്, കോൺഗ്രസിൽ നിന്ന് കുറേ പേര്. അപ്പോൾ ഞാനവിടെ തന്നെ ഇരുന്നു. രമേശ് എൻ്റെ തൊട്ട് മുമ്പിലാണ് വന്നിരിക്കുന്നത്. രമേശനോട് ചോദിച്ചു, എന്നാ ജോണി അവിടെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കാനാണ് വെച്ചിരിക്കുന്നത്. തമാശയായിട്ട് പറഞ്ഞു വിട്ടു. സ്വാഗതം ഹസൻ, UDF കൺവീനർ. അവിടെ അക്ഷരാർത്ഥത്തിൽ അപമാനിതനായെന്നല്ല, ഹൃദയഭേദകമായിരുന്നു. അവിടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും പേര് പറഞ്ഞ് സ്വാഗതം ചെയ്തു. എൻ്റെ പേര് പോലും പറഞ്ഞില്ല. അപ്പോൾ താഴെ നിന്ന് ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു പറയുന്നുണ്ട്, ജോണി നെല്ലൂരുണ്ട്, ജോണി പറഞ്ഞില്ല. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ ഞാൻ അടുത്തിരുന്ന് ഫ്രാൻസിയോട് പറഞ്ഞു, എനിക്ക് സുഖം തോന്നുന്നില്ല, നമുക്ക് പോകണം എന്ന് പറഞ്ഞു. ഏതായാലും ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിളിച്ചോടുകൂടി അവിടെ നിന്ന് സ്ഥലം വിട്ടു. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഹസൻ പിന്നീട് ഒരു വിശദീകരണം ഉണ്ടായി. അല്ല, അന്നത്തെ വലിയ വേദനയായി. ഞാനിങ്ങ് പോരുകയും ചെയ്തു. ധ്യാനത്തിന് പോയി. അത് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ അന്ന് രാത്രി PJ ജോസഫ് വിളിക്കുന്നു. അപ്പോൾ ഈസ്റ്ററിൻ്റെ അടുത്തത് ചൊവ്വാഴ്ചയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം കൊടുക്കാൻ UDF നേതാക്കന്മാരൊക്കെ ചെല്ലണം. എന്നോട് PJ ജോസഫ് വിളിച്ച് പറഞ്ഞു, ജോണി ആരുമില്ല പോകാനായിട്ട്, ജോണി പോകണം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കല്ല ജലദോഷം, ഞാൻ വയ്യല്ലോ സാർ. ജോണി പോകണം, പാർട്ടിയുടെ പ്രതിനിധി വേണം. ഞാൻ പോയി. ഇവിടുന്ന് ചൊവ്വാഴ്ച ഇവിടുന്ന് വണ്ടിയായിട്ട് പോയി. തൃശ്ശൂർ അടുക്കാറായ പോലെ ഈ ഡ്രൈവർ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല സാർ, എന്തോ ഒരു അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇവനെ അവിടെ നിന്ന് വേറെ പെട്ടെന്ന് ഡ്രൈവറെ കിട്ടും. ഞാൻ പെട്ടെന്ന് അനുഭൂതിയാണ്, നീ ഒരു കാര്യം ചെയ്യാം, ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ്. ഇവിടെയൊക്കെ പോകാറുണ്ട്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒരു മാനന്തവാടി ബസ് വന്നു, അത് ചാടി കയറി പോയി. കൽപ്പറ്റ പോയി. ഞാൻ തന്നെ മുറിയൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്തിരുന്നു. അവിടെ പോയി, അവിടുന്ന് ഇറങ്ങി മുറിയിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ND അപ്പച്ചനെ വിളിച്ചു, UDF ചെയർമാൻ കൺവീനർ. എന്താ പറഞ്ഞു, ജോണിച്ചേട്ടാ 2:30 സ്റ്റേജിൽ വരണം കിട്ടുമെന്ന് പറഞ്ഞു. 2:30 ഞാൻ 2:30 ഞാൻ ചെല്ലുമ്പോൾ തന്നെയാണ് ഹസനും KC ജോസഫും കൂടെ വന്നു. ഞങ്ങൾ 3 പേര് സ്റ്റേജിൽ കയറിയപ്പോൾ മുന്നിൽ ഈ നമ്മുടെ നല്ല ഇതൊക്കെ ഇട്ട് ടർക്കിയൊക്കെ ഇട്ടൊരു 27 സീറ്റ് മുൻനിരയിൽ. സാധാരണഗതിയിൽ ഇതിനു മുമ്പൊക്കെ ചെല്ലുമ്പോൾ 8 മുൻനിര സീറ്റ് ഉണ്ടായിരിക്കുമ്പോൾ ഒരെണ്ണത്തിൽ എൻ്റെ പേരായിരിക്കും. ഞാൻ 27 സീറ്റിൽ പോയി നോക്കിയില്ല. കേരള കോൺഗ്രസിൻ്റെ പേരില്ല, എൻ്റെ വേണ്ട. അപ്പം ഞാൻ തിരിച്ചവിടെ നടന്ന് നോക്കിയപ്പോൾ ഒരു 8 സാഹിത്യകാരന്മാരുടെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 4 കോൺഗ്രസ് ലീഡേഴ്സ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് 11 കോൺഗ്രസ്, 15 കോൺഗ്രസ്, 3 മുസ്ലിം ലീഗ്, 3 ആണോ 4 ആണോ, ഒരു RSP.
ഇത്രയും പേരെ ഇട്ടിട്ടുള്ളൂ. ഘടകകക്ഷികളായി അവിടെ ചെന്നിട്ടുള്ളത് ആകെ കേരള കോൺഗ്രസും RSP മാത്രം, ലീഗും. അപ്പം ഞാൻ KCയോട് പറയും, KC സീറ്റ് കാണുന്നില്ലോട്. ടോണിക്ക് സീറ്റില്ലാതെ വരും. അസനോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അസൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സീറ്റൊക്കെ അത് ഞങ്ങളല്ല, അത് DCC ആണ്. എനിക്കങ്ങ് അല്ലാതെ ഞാൻ ചോദിച്ചു, നിങ്ങളെന്നെ പറയുന്നത് DCC ആണോ ഞങ്ങളെ വിളിച്ചത്? എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, UDF സെക്രട്ടറി അല്ല ഞാൻ, അതെനിക്കറിയില്ല, പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം. അല്ല അതന്നെ നിങ്ങളെങ്ങനെ പറയുന്നത്? ഞാൻ UDF സെക്രട്ടറിയായി കേരളം മുഴുവൻ നടന്നത് നിങ്ങളും ഉണ്ടായിരുന്നല്ലോ പലപ്പോഴും കൂട്ടത്തിൽ. അത് അന്നല്ലേ, അത് ഉമ്മൻചാണ്ടിക്കും രമേശിനും ഒക്കെ ജോണി നെല്ലൂരിനോട് പ്രത്യേകിച്ച് സ്നേഹമുണ്ടായിരുന്നു. എന്നെ ഇപ്പം ഇല്ലേ, സ്നേഹമില്ലേ? അത് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല, പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം. അല്ല അസറൊന്ന് പറ, എന്താ കാര്യം, എന്താ പ്രശ്നം? പുള്ളി പറഞ്ഞു, അത് മരവിപ്പിച്ചിരിക്കുക. അതാരാ എന്നോട് പറയാതെ മരവിപ്പിച്ചെന്ന്? എന്താ കാര്യം? അത് നിങ്ങളുടെ ചെയർമാനും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഷോക്കായി. PJ ജോസഫും കൂടി സമ്മതിച്ചു എന്ന് പറഞ്ഞു, ഷോക്കായി. ഞാൻ ഇത്രയും അസനോട് പറഞ്ഞു, ജോണി നെല്ലൂരിനോട് താഴെ പോയിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഒരു കുഴപ്പമില്ല ആസ് എ പേഴ്സൺ. പക്ഷെ ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്. എന്നെ പാർട്ടി ഡെലിഗേറ്റ് ചെയ്യാൻ ഇവിടെ വന്നതാണ്. നിങ്ങൾ ആക്ഷേപിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കനത്തി പറഞ്ഞു, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിച്ച് ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി പോന്നു. ഞാൻ PJ ജോസഫിനെ വിളിച്ച് വിവരം പറയുകയാണ്. സ്റ്റേജിലിരുന്ന് വിളിച്ചെങ്കിലും അദ്ദേഹം എടുത്തില്ല ഫോൺ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മുറിയിൽ, വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ മുറിയിൽ വന്നിരുന്ന് വിളിച്ചു. നിങ്ങളുടെ കാര്യം മുഴുവൻ പറഞ്ഞു. എൻ്റെ കൂടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റും ജില്ലാ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. അവരും കേട്ടോണ്ടിരിക്കുക. ഞാൻ ജോസഫിനോട് പറഞ്ഞു. അവരും പറഞ്ഞു, വളരെ മോശമായി പോയി സാറേ, ചെയ്ത് വളരെ മഹാമോശമാണ് എന്ന് പറഞ്ഞു. ഞാൻ വല്ലാതെ പൊട്ടിത്തെറിച്ചാണ് പറയണേ. എൻ്റെ സുഹൃത്തെ 3 ദിവസം ഞാൻ കാത്തിരുന്നു, എന്തെങ്കിലും ഇടപെടലുണ്ടാവും. പിറ്റേ ദിവസത്തെ പത്രം കണ്ടപ്പോൾ അതിനേക്കാൾ വേദന. അവിടെ പങ്കെടുക്കാത്ത ഘടകകക്ഷി നേതാക്കന്മാരുടെ പേര് പോലും പത്രങ്ങളിൽ. ഷിബു ബേബി ജോൺ, നമ്മുടെ CP ജോൺ ഒക്കെ, അവരാരും അങ്ങ് വന്നിട്ടില്ല. പങ്കെടുത്ത എൻ്റെയോ എൻ്റെ പാർട്ടിയുടെയോ പേരില്ല. ഞാനിതെല്ലാം ജോസഫിനോട് പറഞ്ഞു. അയാളൊന്ന് വിളിച്ച് ചോദിക്കെങ്കിലും വേണ്ടേ അവരോട്, ശരിയായില്ല എന്നെങ്കിലും പറയണ്ടേ? ഒന്നും മിണ്ടിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി അത് വേണ്ട, അങ്ങനെയാണ് രാജി. അപ്പോൾ അതിനിടയിലാണ് ഈ രാജി പ്രഖ്യാപനം പെട്ടെന്ന് നടത്തുന്നതിനിടയിലാണ് ഈ ഒരു ദേശീയ തലത്തിലൊരു കർഷക മുന്നണി പോലെ ഒരു പാർട്ടി ഉണ്ടാക്കണം, കുറേ കാലമായിട്ട് ആഗ്രഹങ്ങൾ, ആലോചന നടക്കുക. ജോർജ് മാത്യു ആയിരുന്നു അതിൻ്റെ പിന്നിൽ. ജോർജ് മാത്യു വിളിച്ചു, ഒരു ഇൻഫാം കാലഘട്ടത്തെ ഉണ്ടായ ചർച്ചയാണ്. അതെ, ആ കാലത്ത് തുടങ്ങിയതാണ്. അത് പല രീതി അന്നൊക്കെ ഞാനത് പങ്കാളിയായിട്ടുണ്ട്. പല വൈദികരൊക്കെ വൈദികർ മാത്രമൊന്നും അല്ലെന്നേ, പിതാക്കന്മാരുണ്ട് പരസ്യമായിട്ട്. അപ്പോൾ യോഗങ്ങൾ കൂടി ജോർജ് മാത്യു, PM മാത്യു, ഒത്തിരി പേരുണ്ട്. അപ്പോൾ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുക. ആ തീരുമാനം എൻ്റെ സൈമൾട്ടേനിയസ് നടക്കുന്നു. അപ്പോൾ കർദിനാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു സംഘാടകനോടി എന്ന് പറഞ്ഞു, പ്രധാനമന്ത്രി വരുമ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയെ കാണണം, അപ്പം അതിനു മുമ്പ് പാർട്ടി പ്രഖ്യാപിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ? അല്ല, നമുക്ക് കേന്ദ്രത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ, റബ്ബറിൻ്റെ വില മറ്റോ മറിച്ച്. ഞാൻ പറഞ്ഞു, അത് വേണ്ട, കുറച്ചുകൂടെ ആകട്ടെ. ഏതായാലും ഇവരുടെയൊക്കെ ആഗ്രഹപ്രകാരം ഞാൻ രാജിയും വെച്ചു, പ്രഖ്യാപിച്ചു. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നോട് ചെയർമാനാകാൻ പറഞ്ഞു, ഞാനാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വർക്കിംഗ് ചെയർമാനാക്കി വെച്ചു. 2-3 യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യോഗങ്ങളാണ്. എനിക്ക് മനസ്സിലായി ഇത് പന്തിയല്ല, ഇതൊരു BJP ലൈനാണ്. അല്ല, പക്ഷെ അന്നൊരു പ്രസ്ഥാനം വന്നു. BJPയോട് തൊട്ടുകൂടായ്മയില്ല, അടുപ്പമില്ല ഇത് വന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് മണിപ്പൂരിൽ ഇഷ്യൂ വരുന്നത്. മണിപ്പൂരിൽ ഇഷ്യൂ വന്ന ആളുകൾ മുഴുവൻ ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞു, ഈ മണിപ്പൂർ ഇഷ്യൂവിൽ അതിശക്തമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഇവരുടെ ലൈൻ BJP ബന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ശരി, നമുക്ക് വരിക. അപ്പം ഞാൻ എങ്ങനെ പെട്ടെന്ന് എന്നാ പറഞ്ഞ് വരികയാണ്. അപ്പോൾ ഞാൻ വ്യക്തിപരമായ കാരണങ്ങളാൽ, ആരോഗ്യപരമായ കാരണങ്ങളാൽ സജീവ രാഷ്ട്രീയത്തിൽ വിട്ടു നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ഇത്രയും 13-14 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാളാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനിക്ക് മരണ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ സജീവ സാന്നിധ്യമായിരിക്കും. മരണ വീട്, കല്യാണം വീട്, അവിടെ കണ്ടാൽ ഞാൻ ചുമ്മാ പോയി കൂടിയിട്ട് പോരുമല്ല, മുഴുവൻ ആളുകളെയും തൊള്ളയെത്തിട്ട് വർത്തമാനം പറഞ്ഞ് അവരുടെ ആശയം പങ്കിട്ടൊക്കെ പോവുള്ളൂ. അതിപ്പോഴും MLA ആയിരുന്നപ്പോഴൊക്കെ. അപ്പോൾ അത് ഞാൻ തുടർന്നപ്പോൾ ഒരു പന്തികേട് എനിക്ക് തോന്നി തുടങ്ങി. കാരണം ഒരു രാഷ്ട്രീയമില്ലാതെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു രീതിയും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ളതിന് ചെല്ലുന്ന രീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ബോധ്യപ്പെട്ടു. അപ്പോൾ എന്നെ സുഹൃത്തുക്കൾ ഉപദേശിച്ചു തുടങ്ങി, ഏതെങ്കിലും ഒരു പാർട്ടി ചേരുക,
ഏതെങ്കിലും ഒരു പാർട്ടി ചേരാൻ. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വന്നത്. നവകേരള സദസ്സിൽ എനിക്ക് പെരുമ്പാവൂർ പ്രഭാത ഭക്ഷണത്തിന് ഒരു ക്ഷണം കിട്ടി. അപ്പോൾ കാനൻ രാജേന്ദ്രൻ മരിച്ചതുകൊണ്ട് ആ പരിപാടി മാറ്റി. അന്ന് പരിപാടി ഇല്ലാതിരുന്നുകൊണ്ട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ റേഷൻ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടാതെ വലിയ ബുദ്ധിമുട്ട്, 2 മാസത്തെ കമ്മീഷൻ കുടിശ്ശിക, കുറേ പ്രശ്നങ്ങൾ, വേതന പാക്കേജ്, ഇതെല്ലാം ഒന്ന് അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കാം എന്ന് കരുതി ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു പറഞ്ഞു അന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഉടനെ ഇവിടെ നിന്ന് പോയി. അപ്പം ഞാൻ ഈ മൂവാറ്റുപുഴത്തെ മുന്നമല്ലേ എന്നുള്ള നിലയിൽ ഇവിടുത്തെ ചില മൗലികമായ ചില വികസന പ്രവർത്തനങ്ങളുടെ ഒരു നിവേദനവും കരുതിയിരുന്നു. 2 നിവേദനങ്ങൾ വായിച്ചു തന്നു. അദ്ദേഹത്തെ കണ്ടു, നിവേദനം കൊടുത്തു. നിവേദനത്തെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, താൻ എന്ത് പണിയായി കാണിക്കണം, താൻ നല്ല ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വനവാസമാണോ? ഞങ്ങളുടെ കൂടെ ഒന്നും കൊണ്ട, താൻ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്ക് എന്ന് അദ്ദേഹം ഒരു ഉപദേശം. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം പല വഴിക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു തുടങ്ങി എന്ത് വേണം. അങ്ങനെ ആലോചിച്ച ഒടുവിൽ ഞാൻ ഈ ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥയാണ്, ഉപമ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വത്തും ഒക്കെ മേടിച്ച് പോയല്ലോ. അപ്പം ഞാൻ മാണിയ ഗ്രൂപ്പിൽ നിന്ന് MLA സ്ഥാനമൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് പോന്നു. ആ ധൂർത്തപുത്രം ചെയ്തതുപോലെ ഞാൻ പോയി അയാൾക്ക് ഇറങ്ങി തിരിഞ്ഞു വന്നു. ഇപ്പം ഒന്നും അല്ലാത്തവനായി. അപ്പോൾ തിരിച്ച് എൻ്റെ പിതൃഗ്രഹത്തിലേക്ക് പോകാം. എൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയുമായി ഒരു ആശയവിനിമയം നടത്തുവാനോ ഔപചാരിക തലത്തിൽ ഒരു ചർച്ച നടത്തുവാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കോട്ടയത്ത് പത്രസമ്മേളനം നടത്തി ഈ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അതിനുശേഷം ഞാൻ ശ്രീ ജോസ് കെ മാണിയെ എൻ്റെ ആഗ്രഹം ടെലിഫോണിലൂടെ അറിയിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് കാണാം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ എന്തായാലും നല്ലതാണ്. പക്ഷേ ആ ഇറങ്ങിയ സ്ഥലത്തല്ല തിരിച്ചു പോകുന്നത്. അല്ല, അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. ഉണ്ട്. അതിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു വലിയ ഭവനത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പൊ പോകുമ്പോൾ വലിയ ഭവനം ഇല്ല അവിടെ. വലിയ ഭവനവും ഭവനത്തിലെ കാരണവരും ഇല്ല. പക്ഷേ ആ ഭവനത്തിൻ്റെ തൂണുകളും ചില അവശിഷ്ടങ്ങളും ഭിത്തികളും ഒക്കെ ഉണ്ട് അവിടെ. ആ തൂണുകൾ ബലവത്താണ്. ഞാൻ പറഞ്ഞല്ലോ അടിത്തറയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനം കൂടി വളരെ സജീവമാക്കി കൊണ്ടുവന്നാൽ പഴയ വിധത്തിൽ അത് ബലവത്താക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കൂടുതലും വൈകാരികമായ ബന്ധങ്ങളിലൂടെ വൈകാരികമായ കാര്യങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ കേരളത്തിൽ ശക്തമായൊരു പ്രാദേശിക പാർട്ടിയുടെ അനിവാര്യത നമ്മുടെ മുന്നിലുണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മിന് മാത്രമേ സാധിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ സീനിയറില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു മാർഗദർശിയായി, അവർക്കൊക്കെ ഒരു കാരണവരെ പോലെ പാർട്ടി ചെയർമാനായ ശ്രീ ജോസ് കെ മാണിയോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ജോസ് കെ മാണി എന്ത് കാരണവശാലാണ് പാർട്ടി മുന്നണി വിട്ടതെന്നുള്ളതിനെക്കുറിച്ചും മുന്നണി വിടേണ്ടിയിരുന്നതിനെ കുറിച്ചൊക്കെ ആ പാർട്ടിയിലുള്ളവർ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിനകത്ത് വ്യക്തമായി ഞാൻ പറയാം, ഒരു കാരണവശാലും ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് വിടാൻ പാടില്ലായിരുന്നു. നിസ്സാര കാര്യത്തിന് ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചൊല്ലിയുള്ള കലഹം, അവരുടെ ആഭ്യന്തര കലഹമായിരുന്നു. ആ കലഹത്തിൽ അടിത്തറയുള്ള ഒരു പാർട്ടിയെ മുന്നണിയിൽ നിന്ന് വിടുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യപരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടികളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഗൂഢശക്തികൾ അവരിപ്പോഴും ഉണ്ട്. ഇതോടുകൂടി ഇത് ഭിന്നിച്ച് പോയി ഇല്ലായ്മ ആയി പോകും എന്ന് കരുതിയവർ കാണാം. ഏതായാലും ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടു, അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്താക്കി. അവർ വെളിയിൽ നിന്ന് 3 മാസം അവരെങ്ങും പോയില്ല. വേണമെങ്കിൽ തിരിച്ചു വിളിക്കാമായിരുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരുന്നു. UDF-ലെയും കോൺഗ്രസിലെയും നിരവധി ആളുകൾ പറഞ്ഞല്ലോ അവരെ പുറത്താക്കിയത് ശരിയല്ല, അവരെ പുറത്തു വിട്ടത് ശരിയായില്ല, അവരെ തിരികെ കൊണ്ടുവരണം. ശക്തരായ നേതാക്കളുണ്ട്. ഇന്നത്തെ KPC പ്രസിഡന്റ് ഉൾപ്പെടെ, കെ മുരളീധരൻ ഉൾപ്പെടെ നിരവധി പേര് പറഞ്ഞു. അത് ചെവിക്കൊണ്ടില്ല. അവരപ്പുറത്ത് പോയി. അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ എന്താ, ഇവരുടെ ഒരു ചിന്ത, അവർ പോയാലും ഒന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ചിത്രമാകെ മാറിയില്ലേ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യത. അതിപ്പോൾ കേരള കോൺഗ്രസ് അപ്പുറം പോയതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു കാരണമാണ്, പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അപ്പോൾ അത് ഒരു അല്പം കൂടി വിവേകത്തോടു കൂടി ഈ UDF നേതൃത്വം അത്
കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അവർ മുന്നണിക്ക് പുറത്തു പോകില്ല. രണ്ട് കക്ഷികളെ ഒരേ മുന്നണിയിൽ നിർത്തിയ പാരമ്പര്യം ഉണ്ടല്ലോ. ഉണ്ട്. അത് പക്ഷേ അത് കരുണാകരനെ പോലുള്ള വളരെ ദീക്ഷാശാലികളായ നേതാക്കന്മാരുണ്ട്. തീർച്ചയായിട്ടും അത് പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോഴും തുടർന്നല്ലോ. അവർ രണ്ടുപേരും ഇപ്പോൾ ഇല്ല. അല്ല, ഉമ്മൻചാണ്ടി വന്ന് തുടർന്നു. എന്തുകൊണ്ട് ഇവരെ കൂടി രണ്ടു കൂട്ടരെ ഒരു മുന്നണിയിൽ നിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? അല്ലാതെ ഒരു കാരണവശാൽ ഇത്ര ഒരു നിസ്സാര കാര്യത്തിന് ഗൗരവമുള്ള കാര്യമാണ് ഈ പോട്ടെ, ഇത് അനുസരണക്കേട് കാണിച്ചു, അച്ചടക്ക ലംഘനമാണ്. അങ്ങനെയെങ്കിൽ ആ രീതിയിലൊക്കെ നടപടി എടുക്കാൻ പോയാൽ ഈ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ആരെങ്കിലും പേരിൽ നടപടി എടുക്കാതിരിക്കാൻ കഴിയും? അതുപോലെ മുന്നണിക്കെതിരെ പാർട്ടിക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുന്നവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും അല്ല മുന്നണിയിലുള്ളതും പാർട്ടിയിലുള്ളതും. അതൊരു ബുദ്ധിമോശമായിപ്പോയി. അതിലവർ പശ്ചാത്തപിക്കേണ്ടി വരും. ഇപ്പം പ്രോഗ്രസീവ് പാർട്ടി ഉണ്ടാക്കി അതൊരു പ്രോഗ്രസ് ഉണ്ടായില്ല, അത് അവസാനിച്ചു. ഇപ്പം അടുത്ത് കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പം കേരള കോൺഗ്രസ് എം. അത് LDF-ലായാലും UDF-ലായാലും ഭരണത്തിലിരിക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ആ പാർട്ടിയിൽ ചെല്ലുമ്പോൾ സമയത്ത് ചിലരെങ്കിലും ഇത് ഭരണത്തിൻ്റെ ചില സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടില്ല? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആ രീതിയിലുള്ള പ്രചാരണം ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഇന്നലെ പത്രസമ്മേളനത്തിൽ അടിവരയിട്ട് പറഞ്ഞു. പാർലമെൻ്ററി മോഹങ്ങളില്ല എനിക്ക്. ഒരു കാരണവശാലും പാർലമെൻ്ററി മോഹം ഇല്ല. സ്ഥാനമാനങ്ങൾ മോഹിക്കുന്നില്ല. സ്ഥാനമാനങ്ങൾ മീൻസ് അറിയാമല്ലോ, ഞാൻ മോഹിക്കുന്നില്ല. ഒരു പാർട്ടി പ്രവർത്തകനായി ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ന്യൂനപക്ഷ ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി, കർഷകർക്ക് വേണ്ടിയൊക്കെ പോരാടുന്ന ഒരു മുന്നണി പോരാളിയായി, പടയാളിയായി നിൽക്കുവാൻ എൻ്റെ തീരുമാനം. എനിക്ക് വേണം ജനങ്ങളോടൊപ്പം നിൽക്കണം. അല്ലാതെ പിന്നെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ, സ്വന്തം പാർട്ടി, ഞാൻ ചെയർമാനായിരുന്ന പാർട്ടി ഭരണത്തിലുള്ളപ്പോഴും ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ തേടിപ്പോയ ആളല്ല ഞാൻ. കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടി, അത് വേറെ കാര്യം. പക്ഷേ മറ്റ് ഭരണരംഗത്തുള്ള സ്വാധീനം ഉപയോഗിക്കുവാനോ ആ വിധത്തിലുള്ളൊരു പ്രവർത്തന ശൈലി എനിക്കില്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് പ്രതിപക്ഷത്താണെങ്കിലും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നേരിട്ട് അവരെ പോയി കണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാവുന്നതാണ് ഈ ചെയ്തു തരുന്ന രീതിയുണ്ട്. അതിലപ്പുറത്തൊന്നും എനിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ പൂർണ്ണമായി മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും തങ്ങൾ ദീർഘകാലം പ്രവർത്തിച്ച അല്ലെങ്കിൽ അത്രയോ ആത്മാ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തുനിന്ന് ഏതെങ്കിലും നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു? നിരവധി പേര്. ആ പാർട്ടിയിൽ അനൂപ് ജേക്കബ് ഒഴികെ ഒട്ടുമിക്കവാറും നേതാക്കന്മാർ പലവട്ടം എൻ്റെ അടുക്ക് വന്നു. തിരികെ വരണം, ചുമതലകൾ ഏറ്റെടുക്കണം, മുന്നോട്ട് പോകണം അതിശക്തമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥലത്തേക്ക് ഇനി ഇല്ല എന്ന നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അനൂപ് മാത്രം നേരിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ബാക്കി ആ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ നിരവധി നേതാക്കന്മാർ എന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അവരോട് എന്നോ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു വ്യക്തിയെ മാത്രം അടിസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ആ പാർട്ടി പോകുന്നത്. യഥാർത്ഥ അതിന് എന്തെങ്കിലും കേരളത്തിന് ഭാവിയുണ്ടോ? അത്രയേ ഉള്ളൂ. ഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ, ഭരണം വരുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നുകരാം എന്നുള്ള ചിന്തയിൽ കഴിയുന്ന കുറച്ചാളുകൾ, അവരിങ്ങനെ ഭരണമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോയാൽ അവരൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോകും. അല്ല, ഇപ്പം തന്നെ ഒരു പ്രാദേശിക പാർട്ടിയാണ്. അത് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടാൽ തീർന്നു, പിന്നെ ആ പാർട്ടിക്ക് നിലനിൽക്കില്ല. അതാ ഞാൻ ചോദിച്ചു, ഇപ്പം തീർത്തും ഒരു പ്രാദേശിക പാർട്ടിയാണത്. ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിൽ പരാജയം. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ അനൂപ് ജേക്കബിനെതിരെ ഒരു ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അതിപ്പോൾ ചിലർക്ക് വലിയ ഭാഗ്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ. കാരണം ഒരിക്കലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാറില്ല ചിലർക്ക്. ഇപ്പോൾ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കൊടുത്തു, വളരെ വൈകിയാണ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. അതെ, വളരെ വൈകി. അത് തീർത്തും ആ സ്ഥലമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. അതെ, അത് മാർക്സിസ്റ്റ് പാർട്ടി ഉൾക്കൊണ്ടില്ല. സംഭാവന ചെയ്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഉൾക്കൊണ്ടില്ല ഇവിടുത്തെ പ്രാദേശിക, അതാണല്ലോ അവരെ പുറത്താക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശക്തനായ ഒരു എതിരാളി അവിടെ ഉണ്ടായിട്ടില്ല. ശക്തനായ എതിരാളി ഉണ്ടായാൽ അവിടുത്തെ ഒന്നും. ഇപ്പോൾ UDF ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ 77 ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 40-50 സീറ്റുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ CPM-നുണ്ട്, ഇടതുമുന്നണിക്കുണ്ട്. ഒരു 40ഓളം സീറ്റുകൾ UDF-നുണ്ട്. ബാക്കിയൊക്കെ ഫ്ലോട്ടിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട്. അതാണല്ലോ ഭരണമാറ്റം ഉണ്ട് കേരളത്തിൽ. ഭരണമാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണങ്ങൾ അതൊക്കെ അതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സതീശനോ താങ്കളെ മൈൻഡ് ചെയ്യില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ താങ്കൾ ഒരുപാട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്തതാണ്, നേതാക്കന്മാരുടെ വർക്ക് ചെയ്തതാണ്. കരുണാകരനെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ ആളുകൾ, ആന്റണിയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ ആൾ.
യഥാർത്ഥത്തിൽ അതിനൊക്കെ ക്വാളിറ്റി കുറഞ്ഞു ഇപ്പോൾ സതീശനിൽ എത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് സതീശനെ വിലയിരുത്തുന്നത്? സതീശൻ നല്ലൊരു പാർലമെൻറ്ററിയനാണ്. നന്നായി കാര്യങ്ങൾ പഠിച്ച് നിയമസഭയിൽ നന്നായി അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ നാനാ ഭാഗത്തു നിന്നും മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളൊക്കെ പ്രകീർത്തിച്ച് എഴുതിയപ്പോൾ അല്പം ഒരു അഹങ്കാരത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, എല്ലാം അറിയാവുന്നവൻ, എല്ലാം ഞാൻ എന്നുള്ളൊരു ചിന്ത രാഷ്ട്രീയക്കാരനുണ്ടായാൽ അത് അപകടമാണ്. ഇപ്പം എൻ്റെ കാര്യമല്ല, അദ്ദേഹം ഒരു നല്ല സുഹൃത്താണ് എനിക്ക്. പക്ഷേ എന്നെപ്പോലൊരാളോട് ഒരിക്കലും ഒരു ക്ഷിപ്രകോപി പോലും ആകാതെ പ്രവർത്തിക്കുന്ന, ശാന്തനായി പ്രവർത്തിക്കുന്ന ഒരാളോട് അദ്ദേഹം ഈ അനിഷ്ടം കാണിക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം അസഹിഷ്ണുത കാണിക്കേണ്ട, അവഗണിക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല. എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടിയും കിട്ടിയില്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് എതിരാളിയാകാൻ പോകുന്നില്ല. അദ്ദേഹം വലിയൊരു പാർട്ടിയുടെ വലിയ നേതാവ്, ഞാൻ ചെറിയൊരു പാർട്ടിയുടെ നേതാവ്. ഒരിക്കലും അദ്ദേഹം ഒരു താരതമ്യം പോലും നടത്തേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തെപ്പോലൊരാൾ, എന്നെപ്പോലൊരാളോട് എന്തിന് ഇങ്ങനൊരു അവഗണനാ മനോഭാവം എടുത്തു, അല്ലെങ്കിൽ ഞാൻ പോലും അറിയാതെ, എന്നോടൊരു വാക്ക് പറയാതെ എനിക്ക് നൽകിയ UDF സെക്രട്ടറി സ്ഥാനം മരവിപ്പിച്ചു. അദ്ദേഹം വിശദീകരിക്കേണ്ടതല്ലേ? ഞാൻ രജിസ്റ്റേർഡ് കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാമല്ലോ, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് UDFിലെ ഘടകകക്ഷി നേതാക്കന്മാർ പലർക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് യോജിപ്പില്ല. കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം നേതാക്കന്മാർക്കും ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട്, ശൈലിയോട് യോജിപ്പില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം വളരെ ശക്തനായ, അറിവുള്ള, കഴിവുള്ള, മിടുക്കനായ ഒരു നേതാവാണ്. ഞാൻ തുടങ്ങുന്നത് തന്നെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് അധിക ദിവസങ്ങളില്ല, വളരെ കൂടി വന്ന ഒരു 60 ദിവസങ്ങളേക്കേ ഉള്ളൂ. അതിനു മുന്നേ കേരള കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാവും. നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, പാർട്ടിയിലെത്തും. എൻ്റെ വിശ്വാസം ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടിയിലേക്ക് പ്രവേശനം കിട്ടും, അല്ലെങ്കിൽ പ്രവേശിക്കാൻ കഴിയും എന്നാണ്. ഔപചാരികമായ ചില ചർച്ചകളുടെ ആവശ്യവും. അപ്പോൾ അതിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഏതായാലും പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ് തീരുമാനം ഉണ്ടാകും എന്നാണ് വിശ്വാസത്തിലേ ഞാനുള്ളൂ. എന്തായാലും ഈ പാർലമെന്റ് ഇലക്ഷനിൽ സജീവമായി രംഗത്തുണ്ടാകുന്ന ഉറപ്പാണ്. ഇനി അങ്ങോട്ട് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ടാകും. ഇലക്ഷനൊന്ന് രണ്ടാമത്തെ കാര്യമാണ്. സജീവമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും. ഇപ്പം നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി നിരവധി വിഷയങ്ങളുണ്ട്. കാർഷിക മൂല്യങ്ങളുടെ വില തകർച്ച, ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയൊക്കെ ഉണ്ട്. ഇത്രയും സംസാരിക്കാൻ കൂടെ ഇരുന്നതിന് നന്ദി. താങ്ക് യു. തുടർന്നും സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹകരണവും തീർച്ചയായും ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.